സുഭാഷിതം. ദീർഘായുസ്സായിരിക്കുക എന്നത് മനുഷ്യ സമൂഹം വലിയ അനുഗ്രഹമായി കരുതുന്നു. ആരോഗ്യവും ആയുസ്സും ഉണ്ടായിരിക്കട്ടെ എന്നതാണ് നമ്മൾ പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന നല്ല ആശംസകളിലൊന്ന്. ജപ്പാനിൽ 100 വയസ്സ് കഴിഞ്ഞവരുടെ എണ്ണം 1,00,000 മുകളിലായി എന്നത് ഈയിടയ്ക്ക് ലോകം ശ്രദ്ധിച്ച വാർത്തകളിലൊന്നായിരുന്നു. ഒരു സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ ഔന്നത്യം, ജീവിതരീതി, ആരോഗ്യ സംരക്ഷണം, ഭക്ഷണക്രമങ്ങൾ, ജീവിതത്തിലെ സന്തോഷം എന്നിവയുടെ എല്ലാം അളവുകോലായി മാറുന്നുണ്ട് ആ സമൂഹത്തിലെ വയോജനങ്ങളും അവരുടെ സന്തോഷകരമായ ജീവിതവും. 100 വർഷം ഭൂമിയിൽ ജീവിച്ചവർ ഒരു നൂറ്റാണ്ടിലൂടെ രൂപപ്പെട്ട സംസ്കാരത്തിന്റെ കാവൽക്കാരും ജീവിക്കുന്ന സാന്നിധ്യവുമാണ്. മാനവചരിത്രത്തിൽ ഏറ്റവും വേഗമേറിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച 100 വർഷങ്ങളാണ് കടന്നുപോകുന്നത്. മോട്ടോർ വാഹനങ്ങളും വാർത്താവിനിമയ സംവിധാനങ്ങളും വൈദ്യുതിയും ആരോഗ്യ പരിപാലന രംഗവും എല്ലാം പരിമിതമായിരുന്ന ഒരു കാലഘട്ടത്തെ അതിജീവിച്ച് ധീരമായ കാൽവെപ്പുകൾ നടത്തിയവരാണ് നമ്മുടെ വയോജനങ്ങൾ. അതിനാൽ തന്നെ അവരുടെ അനുഭവങ്ങളെ അനർഘനിധികളായി കാണേണ്ടതുണ്ട്. ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന ഈ വികസിത ലോകവും ഇതിലെ സുഖസൗകര്യങ്ങളും മറ്റു വിസ്മയങ്ങളും എല്ലാം നമുക്ക് മുമ്പേ കടന്നുപോയ തലമുറയുടെയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വയോജനങ്ങളുടെയും ധിഷണയുടെയും ക്രിയാത്മകതയുടെയും കഠിനാധ്വാനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ത്യാഗങ്ങളുടെയും ഫലമാണ് എന്നത് ഓർമ്മിക്കേണ്ടതുണ്ട്. പുരാണ കഥാപാത്രമായ ഗണപതി ഭഗവാൻ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി എത്തുന്നതിന് പകരമായി തൻ്റെ മാതാപിതാക്കളെ വലം വയ്ക്കുകയാണ് ചെയ്തത്. ഏതു കാലത്തും പുതുമ നഷ്ടപ്പെടാത്ത വലിയ ഒരാശയത്തെയും ആദർശത്തെയും വിളംബരം ചെയ്യുകയാണിവിടെ. അതിനാലാവാം ബൈബിൾ പറയുന്നത് വാർദ്ധക്യം ദൈവത്തിൻ്റെ ദാനമാണ്, നരച്ച മുടി മഹത്വത്തിൻ്റെ കിരീടമാണ് എന്ന്. ലോക സമൂഹവും വിവിധ രാജ്യങ്ങളും വയോജന സൗഹൃദമാകുവാൻ ഇന്ന് ശ്രമിക്കുന്നു. ഒരു കാലഘട്ടത്തെ ദീപ്തമാക്കി നിർത്തിയവർ കായികക്ഷമതയിലും ഭൗതിക സാഹചര്യങ്ങളിലും ദുർബലരായി മാറുമ്പോഴും അവർ സമൂഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവരാണെന്ന് കരുതുകയും അത്തരത്തിൽ അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നത് എത്ര മഹത്തരമാണ്. കേരളീയ ഭാരതീയ സമൂഹവും മാതാപിതാക്കളെയും പ്രായമായവരെയും ചേർത്ത് നിർത്തുന്നതിലും ആദരിക്കുന്നതിലും കുടുംബത്തിൽ പ്രധാന സ്ഥാനം നൽകുന്നതിലും എക്കാലത്തും മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്. വയോജന സൗഹൃദ വീടുകൾ എന്ന സങ്കല്പവും ഇക്കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വരുന്നു. വീടുകൾ പണിതുയർത്തുമ്പോൾ ഏറ്റവും മിനുസമുള്ള തറയും മനോഹരമായ എലവേഷനും ചുറ്റുപാടുകളും എന്നതിനോടൊപ്പം വൃദ്ധരായ മാതാപിതാക്കൾക്ക് സൗകര്യപ്രദമാകുന്ന മുറികളും തടസ്സമില്ലാതെ നടക്കാൻ പറ്റുന്ന ഇടങ്ങളും മുറ്റവും നടപ്പാതയും എന്നതൊക്കെ പുതുതലമുറയുടെ ശ്രദ്ധയിൽ വന്നിരിക്കുന്നു. ഉപഭോഗ സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റം ഉപയോഗിക്കുക, വലിച്ചെറിയുക, നിലവിൽ ഉപയോഗമില്ലാത്തതൊന്നും സംരക്ഷിക്കപ്പെടേണ്ടതല്ല എന്ന മനോഭാവത്തിലേക്ക് സമൂഹത്തെ നയിക്കുന്നുണ്ട്. മക്കളാൽ ഉപേക്ഷിക്കപ്പെടുവാനും പലപ്പോഴും ഏകാന്തതയിൽ ശിഷ്ടകാലം കഴിച്ചുകൂട്ടുവാനും ഒരു വിഭാഗം വയോജനങ്ങളെങ്കിലും നിർബന്ധിതരായിത്തീരുന്നു. പ്രായമായ അവസ്ഥയിലും കഠിനമായി അധ്വാനിച്ച് ഉപജീവനം കഴിയേണ്ട അവസ്ഥ പലർക്കും വന്നു ചേരുന്നു. വൃദ്ധരായ മാതാപിതാക്കൾ മക്കളോടും കൊച്ചുമക്കളോടുമൊപ്പം പരിഗണനയും സന്തോഷവും ലഭിക്കുന്നവരായി തങ്ങളുടെ സായാഹ്നം കഴിച്ചുകൂട്ടുന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത്. പുതിയ തൊഴിൽ സംസ്കാരവും ജീവിതരീതിയും നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിനും മാറ്റം വരുത്തിയിരിക്കുന്നു. ഏകാന്തതയിലേക്കും സന്തോഷരഹിതമായ ജീവിതത്തിലേക്കും വയോജനങ്ങൾ വഴുതി വീഴുന്നത് ഒരു സമൂഹത്തിനും ഭൂഷണമല്ല. മക്കൾ എന്തു ചെയ്യുന്നു, ജോലിയായോ, വിദേശത്താണോ എന്നൊക്കെ പരസ്പരം കാണുമ്പോൾ സൗഹൃദം ചോദിക്കുന്ന രീതി നമുക്കുണ്ട്. താങ്കളുടെ മാതാപിതാക്കൾ എവിടെയാണ്, അവർ സന്തോഷമായി ഇരിക്കുന്നോ എന്നുകൂടി സുഹൃത്തിനോട് ചോദിക്കുന്ന ഒരു മനോഭാവം നമുക്കിടയിൽ വളർന്നു വരേണ്ടതില്ലേ? നല്ല വീട്, ഉയർന്ന ജോലി, മക്കളുടെ വിദ്യാഭ്യാസം എന്നതുപോലെ മാതാപിതാക്കളുടെ അവസ്ഥയും സന്തോഷജീവിതവും നമ്മുടെ സ്റ്റാറ്റസ് സിമ്പലായി കണക്കാക്കപ്പെടണം. ഒരു നൂറ്റാണ്ടിൻ്റെ അനുഭവവും അറിവും പ്രായോഗിക പരിജ്ഞാനവും സമൂഹത്തിനും പുതിയ തലമുറയ്ക്കും ഉപയോഗപ്പെടുത്താൻ കഴിയണം. അതിനുള്ള ഉത്തരവാദിത്വം ഭരണ സംവിധാനത്തിനും സമൂഹത്തിനും വ്യക്തികൾക്കുമുണ്ട്. 30-40 വർഷം ജീവിക്കുമ്പോഴേ ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു, ഇനി മുന്നോട്ട് ജീവിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ഒരു പിടി ആളുകൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ 100 വയസ്സ് കഴിഞ്ഞിട്ടും ആവേശത്തോടെ സന്തോഷത്തോടെ ജീവിതത്തെ ആശ്ലേഷിക്കുന്ന വയോജനങ്ങൾ നമുക്ക് മാതൃകയും പ്രചോദനവുമാവട്ടെ. സുഭാഷിതം. അവതരിപ്പിച്ചത് ഡോക്ടർ സെബാസ്റ്റ്യൻ വളർക്കോട്ട്.